ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ആർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വെറും 5 കളേഴ്സാണ്. പ്രൈമറി കളേഴ്സായ റെഡ്, യെല്ലോ, ബ്ലൂവും പിന്നെ അതിൻ്റെ കൂടെ ബ്ലാക്കും വൈറ്റുമാണ് ഈ ഒരു ആർട്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സ് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മിനിമൽ കളേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വാൾ ആർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വലിയ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ കാർഡ്ബോർഡിലോ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ വാളിലൊക്കെ ഹാങ് ചെയ്യുമ്പോൾ ചെറിയ പെയിൻറ്റിങ്സിനേക്കാളും വലിയ പെയിൻറ്റിങ്സാണ് നല്ലത്. ഞാനിവിടെ ക്യാൻവാസ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പെൻസിൽ കൊണ്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വലിയ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ചധികം വൈറ്റും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഏരിയ പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം ഫസ്റ്റ് ടൈം തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പല വട്ടമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളറിന് വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ തവണയായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത്രയും പോർഷൻ മാത്രം ഈ ഒരു ഹോൾ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. പ്രത്യേകിച്ച് ഷെയ്ഡിങ്ങും കാര്യമൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിനായിട്ട് ഫില്ല് ചെയ്താൽ മതി. വൺസ് ആ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കണം ഈ സെയിം കളേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്യുക. സോ അതുകൊണ്ട് കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് ബാക്കി പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം വരയ്ക്കുന്ന പോലെയൊക്കെ ലൈൻസ് പോലെ ബ്രഷ് ഉണ്ട്. ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് പ്ലെയിനായിട്ട് ബ്രഷ് വന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുവാണ് സ്ട്രെയിറ്റ് ലൈൻസായിട്ട്. നടുക്കിലത്തെ പോർഷൻ മാത്രം ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ വൈറ്റ് ക്യാൻവാസിൻ്റെ വൈറ്റ് ലീവ് ചെയ്തിട്ട് ഒരു റിഫ്ലക്ഷൻ പോലെയൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ലൈൻസായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തെ പോർഷൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള ബാക്കി പോർഷൻ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നേരത്തെ വരച്ച പോലെ തന്നെ വെള്ളത്തിൻ്റെ ഓളം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ആ വൈറ്റ് പോർഷൻ ഇട്ടിട്ട് ജസ്റ്റ് ലൈൻസായിട്ട് വരച്ചാൽ മതി. ഇതൊരു തരം അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് പോലത്തെ ഒരു തരം വർക്കാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്കിതുപോലത്തെ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ്, ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ നമുക്ക് പിൻട്രസ്റ്റിലായാലും ഗൂഗിളിലായാലും ഇഷ്ടംപോലെ റെഫറൻസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം. ഞാനിത് റെഫറൻസ് എടുത്തിരിക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു 5 കളേഴ്സ് വെച്ചിട്ട് തന്നെ പല തരത്തിലും നമുക്ക് പെയിൻറ്റിങ്സ് വരച്ചെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാൾ ആർട്ട് എന്ന് പറഞ്ഞിട്ട് പിൻട്രസ്റ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ അധികം വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിലും നല്ലൊരു വാൾ ഡെക്കോർ പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൺസ് ഇത്രയും പോർഷൻ ഉണങ്ങിയതിന് ശേഷം നമുക്ക് പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ട്രീസ് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു റൗണ്ട് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 5 മരം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 5 മരം വരയ്ക്കാൻ വേണ്ടി ജസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ സ്പേസ് വിടണം. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ളൊരു സ്പേസ് വിടണം. അപ്പോൾ ഞാനിത് 3ാമത്തെ ഡാർക്ക് ഷെയ്ഡ് വരയ്ക്കുന്ന ആ പോർഷനിലാണ് ഈ ഓരോ മരവും വരച്ചിരിക്കുന്നത്. അപ്പോൾ നടുക്കിലത്തെ മരത്തിന് മാത്രം ഞാൻ കുറച്ചൊരു ഹൈറ്റിലാണ് വരയ്ക്കുന്നത്. ബാക്കി എല്ലാ മരങ്ങളും ഓൾമോസ്റ്റ് സെയിം ഹൈറ്റിൽ. ഇപ്പോൾ മരത്തിൻ്റെ ബ്രാഞ്ചസൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. നമ്മളിനി കളർ മിക്സിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന് ശേഷം കുറച്ച് ഇയർബഡ്സ് അല്ലെങ്കിൽ ക്യൂട്ടിപ്പ് 5 എടുത്തിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടി ഇതേമാതിരി ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കളറിൽ ഡാബ് ചെയ്തിട്ട് നമുക്ക് ഏത് മരത്തിനാണോ കളർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ മുകളിൽ ഇല പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കുത്തുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരിക്കും. 2ാമത്തെ 3ാമത്തെ കുത്ത് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡിലായിരിക്കും. അതങ്ങനെ തന്നെ ലീവ് ചെയ്യുക. നമുക്ക് എത്ര വട്ടം ഇതിന് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കണം അതനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. അതേപോലെ ഓരോ മരത്തിനും ഓരോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് റെഡ് കൊടുക്കാം.
അതിനുശേഷം യെല്ലോ, അതിനുശേഷം ബ്ലൂ. അപ്പോൾ ഇതിലധികം കളർ മിക്സിൻ്റെ കാര്യമൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് കൊച്ചു കുട്ടികൾക്കായാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കളർ മിക്സിൻ്റെ കാര്യത്തിലായാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കളർ മിക്സിംഗ് ആണ്, കാരണം ഏതൊരു കുട്ടിയും ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്ത ഗ്രീൻ തന്നെ കിട്ടുള്ളൂ, വേറെ കളറൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കളറിൻ്റെ വേരിയേഷന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. നമ്മൾ അധികം ബ്ലൂ ചേർത്താൽ കുറച്ച് ഡാർക്ക് ഗ്രീൻ കിട്ടും, അധികം യെല്ലോ ചേർത്താൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അതിപ്പോൾ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഡൾ ബാക്ക്ഗ്രൗണ്ടിൽ, ഗ്രേ എന്ന് പറഞ്ഞ ഒരു ഡൾ ഷെയ്ഡാണ്, ഡൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ട്രീസ് കാണുമ്പോൾ അതിനൊരു എടുപ്പാണ്, ആ ഒരു കളേഴ്സിനൊരു എടുപ്പാണ്. ഡൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് നമ്മൾ ഈ മരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ഈ മരങ്ങൾക്കൊക്കെ ഹൈലൈറ്റ്സ് പോലെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഗ്രീൻ മരത്തിന് ജസ്റ്റ് യെല്ലോ കളറാണ് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഹൈലൈറ്റ്സ് പോലെ കൊടുക്കുന്നത്. അതുപോലെ റെഡ് മരത്തിന് ഓറഞ്ച് ഷെയ്ഡ്, യെല്ലോയ്ക്ക് വൈറ്റ് ഷെയ്ഡ്, ബ്ലൂവിനും വൈറ്റ് ഷെയ്ഡ്, അതുപോലെ ഓറഞ്ചിനും വൈറ്റ് ഷെയ്ഡാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ്സ് പോലെ കൊടുക്കുന്നത്. അതിനും ഈ സെയിം ക്യൂട്ടിപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഇതേമാതിരി ഒരു വലിയ ഫ്രെയിമിൽ ഇങ്ങനത്തെ ഒരു പെയിൻറ്റിങ് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഫസ്റ്റ് വാൾ ആർട്ടാണ് ഈ ഒരു പെയിൻറ്റിങ്. ഞാൻ 2-3 ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ സെയിം കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഞാനത് വൈകാതെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യാമെന്നും കൂടെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാർഡ്ബോർഡിലാണെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. കാർഡ്ബോർഡിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബേസ് കോട്ട് കൊടുക്കണം. അപ്പോൾ ബേസ് കോട്ട് വൈറ്റ് ബേസ് കോട്ടാണ് കൊടുക്കേണ്ടത്. മനസ്സിൽ തുടങ്ങിയതിന് ശേഷം ബാക്കിയെല്ലാം സെയിം തന്നെ. ഗ്രേ ഷെയ്ഡ് കൊടുക്കുക, പിന്നെ അതുപോലെ ട്രീസ് വരയ്ക്കുക, കളേഴ്സ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.